സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് മരണസംഖ്യ ഉയരുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ. പാമ്പ് കടിയേറ്റാൽ ആന്റിവെനമുള്ള ആശുപത്രികൾ തേടി സമയം കളയരുതെന്നും കനിവ് 108 വിളിച്ചാൽ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും ലഭ്യമാകുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ആന്റിവെനം ലഭ്യമായ ആശുപത്രികളുടെ പട്ടിക 108 ആംബുലൻസ് ടീമിന് കൈമാറിയതായും കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കുമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ആശുപത്രികളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടാകാൻ പാടില്ലെന്ന് DMOമാരുടെ യോഗത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി. ആന്റിവെനം നൽകുന്നതിലും വീഴ്ച പാടില്ല. സംസ്ഥാനത്ത് പാമ്പ് കടിയേൽക്കുന്നതും മരണനിരക്കും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നത്. പാമ്പ് കടിയേറ്റാൽ ആന്റി സ്നേക്ക് വെനമുള്ള ആശുപത്രികൾക്കായി അലയേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നും ഇതിനായി കനിവ് 108 വിളിച്ചാൽ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും ലഭ്യമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചു. കനിവ് 108 ആംബുലൻസിലുള്ള പരിചയസമ്പന്നരായ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വഴി പ്രഥമ ശുശ്രൂഷയും നിരീക്ഷണവും ഉറപ്പാക്കാനാകും. നിലവിൽ സംസ്ഥാനത്ത് 146 ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാണ്. ചില സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് തലം മുതലുള്ള എല്ലാ ആശുപത്രികളിലും ആന്റിസ്നേക്ക് വെനം ലഭ്യമാണ്. ആന്റിവെനം ഉണ്ടോ എന്ന് ഉറപ്പാക്കിയായിരിക്കും ആശുപത്രിയിൽ എത്തിക്കുക. മാത്രമല്ല, പാമ്പ് കടിയേറ്റ് വരുന്ന വിവരം ആശുപത്രിയെയും അറിയിക്കാനാകും. ആവശ്യമായവർ 108 എന്ന നമ്പറിൽ വിളിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളും ലാബ് പരിശോധനകളും അടിസ്ഥാനമാക്കി പ്രോട്ടോകോൾ പ്രകാരമാണ് ആന്റിവെനം നൽകുന്നത്. എല്ലാ ആശുപത്രികളിലും പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹനം വരുന്നതുവരെ പാമ്പ് കടിയേറ്റയാൾ 108 ടീമിന്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കണം. അനാവശ്യ ഭീതി ഉണ്ടാക്കുകയോ അനാവശ്യ ചലനമുണ്ടാക്കുകയോ പാടില്ല. കടിയേറ്റ വ്യക്തിയെ എടുത്തോ സ്ട്രക്ചർ കിടത്തിയോ ഉടനടി ആശുപത്രിയിൽ എത്തിക്കുക എന്ന നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം പാമ്പ് കടിയേറ്റ് കൊണ്ടുവരുമ്പോൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടാകുന്നുവെന്ന ആരോപണവും ശക്തമാണ്. ഈ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ DMOമാരുടെ യോഗം വിളിച്ചു ചേർത്ത് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകി. പാമ്പ് കടിയേറ്റതാണോ എന്ന് തിരിച്ചറിയാൻ വൈകരുത്. അത്യാഹിത വിഭാഗത്തിൽ സംവിധാനങ്ങൾ സജ്ജമായിരിക്കണം. ആവശ്യമെങ്കിൽ ജീവനക്കാർക്ക് വേണ്ട പരിശീലനം നൽകണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് 4 മരണമാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചത്. ഇതിൽ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ആശുപത്രികൾക്കെതിരെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.